നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മോഷണ പരമ്പര. ആശുപത്രിയിലെ സാധനങ്ങൾ മോഷണം പോയതിന് പിന്നാലെ വയോധികയുടെ കഴുത്തിലെ സ്വർണമാലയും കവർന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുമരംപുത്തൂർ നെച്ചുള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത് പൂർത്തിയാക്കാതെയെന്ന് ആരോപണം. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പദ്ധതികളാണ് പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തിയത്. വിജിലൻസിന് പരാതി നൽകാനും നീക്കം. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം. ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കൾ. മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം ഇത്തവണ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. നവംബർ 10 മുതൽ നടക്കുന്ന കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കലോത്സവം മാരായമംഗലത്തെത്തുന്നത് 8 വർഷങ്ങൾക്കു ശേഷം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജില്ലാ സമ്മേളനവും ഓട്ടോ എക്സ്പോയും മണ്ണാർക്കാട് തുടങ്ങി ലൈസൻസ് ഉൾപ്പെടെ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് സമ്മേളനം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മോഷണ പരമ്പര. ആശുപത്രിയിലെ സാധന സാമഗ്രികൾ മോഷണം പോയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം വയോധികയുടെ കഴുത്തിലെ സ്വർണമാലയും കവർച്ച ചെയ്യപ്പെട്ടു. സംഭവങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിവിധ കാലങ്ങളിലായി സാധന സാമഗ്രികൾ മോഷണം പോയത്. മോട്ടോർ, 3 വാൾ ഫാനുകൾ, ചേഞ്ച് ഓവർ സ്വിച്ച്, ഫയർ സേഫ്റ്റി പൈപ്പ് ഹോസ് എന്നിവയാണ് വിവിധ ഘട്ടങ്ങളിലായി മോഷണം പോയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷണം സംബന്ധിച്ച നിർണായകമായ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. ഇതിനു പുറമെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച താലൂക്ക് ആശുപത്രിയിൽ OP ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നതിനിടെ വരോട് സ്വദേശിനിയായ വയോധികയുടെ 2.25 പൗണ്ട് തൂക്കം വരുന്ന സ്വർണമാല കവർച്ച ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമരംപുത്തൂർ നെച്ചുള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പദ്ധതികൾ ഏറെയുണ്ടെങ്കിലും ഒന്നും പൂർത്തിയാക്കിയില്ലെന്ന് മാത്രം. പണി പൂർത്തിയാക്കും മുൻപ് ഉദ്ഘാടനം നടത്തുന്നതാണ് പദ്ധതികളുടെ പൂർത്തീകരണം അനന്തമായി നീളുന്നത്. ഉദ്ഘാടനങ്ങളിൽ പഞ്ചായത്തും കരാറുകാരനും ഹാപ്പിയാവുമെങ്കിലും പൊതുജനം അത്ര ഹാപ്പിയല്ല. 15 ലക്ഷം രൂപ ഫണ്ട് പാസ്സാക്കി മേടിച്ച് പോയി എന്നാണ് മെമ്പർ പറഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞില്ല. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പദ്ധതികളാണ് പൂർത്തീകരിക്കാത്തത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പഴയ കെട്ടിടത്തിന് മേൽക്കൂര നിർമ്മിച്ചിരുന്നു. മേൽക്കൂര നിർമ്മിക്കുമ്പോൾ ക്ലാസ് മുറിയായി ഉപയോഗിക്കാമെന്നാണ് കണക്കു കൂട്ടിയിരുന്നത്. ഇതിനായി ഭിത്തിയും നിർമ്മിച്ചു. എന്നാൽ ഈ പദ്ധതി പൂർത്തിയാക്കിയില്ല. ചുമരുകൾ തേച്ച് നിലം ടൈൽ പതിച്ചാൽ കമ്പ്യൂട്ടർ ലാബ് ഇവിടേക്ക് മാറ്റാനാകും. മറ്റൊരു കെട്ടിടം മേൽക്കൂര ഷീറ്റ് മേയാനും സീലിംഗ് ചെയ്യാനുമാണ് തുക അനുവദിച്ചത്. ഈ കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മാണം മാത്രം നടത്തി. സീലിംഗും പെയിന്റിംഗും ഉൾപ്പെടെയുള്ള ജോലികൾ ബാക്കിയാണ്. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ശുചിമുറിയുടെ പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടില്ല. 2 നിലയിലാണ് ശുചിമുറി നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലേക്കുള്ള ഗോവണി ഇളകുന്ന നിലയിലാണ്. പെയിന്റ് ചെയ്യാനുള്ള പെയിന്റുകൾ കട്ട പിടിച്ച് നശിച്ചു. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ ബിൽ അനുവദിക്കുന്നത് എങ്ങനെയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ബിൽഡിംഗ് 10 ലക്ഷം റുപ്യാണ് ഇതിന് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ് റൂം, ഇതാണ് ചുമരൊക്കെ. അതിന്റെ കൈവരി ഇത് കമ്മിറ്റി ഉണ്ടാക്കിയാണ്. ഈ കൈവരി ഇതിന്റെ അതിൽ ഫണ്ടിൽ പെട്ടതല്ല. ഇത് PTA കമ്മിറ്റി വെച്ചതാണ് ഈ കൈവരി. അതിന്റെ പുറത്ത് ഇത് ഒരു ഉള്ളിൽ പോലും തേച്ചിട്ടൊന്നുമില്ല. വെറുതെ ഈ ഓട് വളർത്തിയിട്ടുള്ളൂ. 10 ലക്ഷം റുപ്യ ഇതിന് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ പൂർണ്ണമായ രൂപമല്ല. ഇതിൽ ഉദ്ഘാടന സംഖ്യ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് വന്നാണ് ബാത്റൂം. അതിന് 15 ലക്ഷം റുപ്യ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പെയിന്റ് അടിക്കാൻ 1 കോട്ട് പെയിന്റ് അടിച്ചതിന് ശേഷം ബാക്കി പെയിന്റ് അന്ന് അടിക്കാതെ നാളെ അടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു റൂമിലിട്ട് കൂട്ടിപ്പോയി. ഒരു റൂമിലിട്ട് കൂട്ടിപ്പോയപ്പോൾ അത് വർക്ക് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞ് ബില്ല് എഴുതി വിട്ടു എന്ന് നമുക്ക് അറിയാം അറിയിപ്പ്. പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം ആ പൂട്ടിട്ട റൂം ഞങ്ങൾ തുറന്നു. ആ പൂട്ട് പോയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് തുറന്നു. തുറന്നു നോക്കുമ്പോൾ ഇതിൽ 2ാം കോട്ട അടിക്കാനുള്ള പെയിന്റുകളാണ്. ഈ പെയിന്റുകളെല്ലാം കട്ട പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായില്ല. ഞങ്ങളിപ്പോൾ നാളെ അടിച്ചു തരുന്ന പറയുന്നത്. അത് അടിക്കാത്ത പിന്നെ കട്ട പിടിച്ച് ഞങ്ങൾ പുറത്തിട്ട് കളഞ്ഞു. 2. 3ാമത്തെ വർക്ക് പഴയ ഹാളുണ്ടാകും. PTA ഹാളാണ്. PTA കെട്ടിടമാണ്. അതിന്റെ സ്റ്റേജ് PTA പിരിവെടുത്ത് പല രൂപത്തിലും പിരിവെടുത്തിട്ട് ഉണ്ടാക്കിയതിൻ്റെ സ്റ്റേജ്, അതിന്റെ ഹാള്, അതിന്റെ മേൽക്കൂര ഹോസ്പിറ്റൽ ഷീറ്റായിരുന്നു.
ഹോസ്പിറ്റൽ ഷീറ്റിന് അത് ക്ലാസ് റൂമായി ഉപയോഗിക്കുമ്പോൾ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അത് കാരണം ജില്ലാ പഞ്ചായത്ത് അതിന് 10 ലക്ഷം റുപ്യ വിലയിരുത്തി ഇത് ഞങ്ങൾക്ക് ഫണ്ടിരുത്തിയിട്ട് മേൽക്കൂര ഇരുമ്പും ബോർഡും ആക്കാം, പിന്നെ സീലിങ്, പെയിൻറ്റിങ് ഇതൊക്കെ അതിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് പൊളിക്കാൻ ഓർഡർ വാങ്ങുന്നത്. പൊളിക്കാൻ ഓർഡർ എടുക്കുമ്പോൾ PTA കമ്മിറ്റി അറിയണം. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ചാമ്പ്യന്മാരായത്. UP വിഭാഗത്തിൽ പാതായിക്കര AUP സ്കൂളും മുതുകുറിശി VRUP സ്കൂളും സംയുക്ത ജേതാക്കളായി. LP വിഭാഗത്തിൽ പരിയാപുരം ALP സ്കൂൾ കിരീടം ചൂടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 394 പോയിന്റ് നേടിയാണ് കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം ചൂടിയത്. താഴെക്കുടി PTM ഹയർ സെക്കൻഡറി സ്കൂൾ 353 പോയിന്റോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. 346 പോയിന്റുള്ള പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് മൂന്നാം സ്ഥാനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 264 പോയിന്റോടെ ഒന്നാം സ്ഥാനവും 214 പോയിന്റുമായി ആതിഥേയരായ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും 194 പോയിന്റോടെ പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ 231 പോയിന്റുകൾ നേടി പാതാക്കര AUP സ്കൂളും മുതുകുറിശി VRUP സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു. 231 പോയിന്റുമായി UP വിഭാഗം അഗ്രിഗേറ്റ് ഓവറോൾ ചാമ്പ്യന്മാരായ AUPS പാതായിക്കര, VRUPS മുതുകുറിശി. VRUPS മുതുകുറിശി ടീം വേദിയിലേക്ക് വരേണ്ടതാണ്. LP വിഭാഗത്തിൽ 96 പോയിന്റുമായി പരിയാപുരം ALP സ്കൂളാണ് ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. പെരിന്തൽമണ്ണ സെൻട്രൽ GLP സ്കൂൾ 88 പോയിന്റുമായി രണ്ടാം സ്ഥാനവും 84 പോയിന്റോടെ കുരുവമ്പലം AMLP സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. LP ജനറൽ വിഭാഗത്തിൽ കുരുവമ്പലം AMLP സ്കൂളും UP ജനറൽ വിഭാഗത്തിൽ പാതാക്കര AUP സ്കൂളും ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കൂടുതൽ പോയിന്റുകൾ നേടി ചാമ്പ്യരായി. ഉറുദു, അറബിക്, സംസ്കൃതം കലാമേളകളിൽ വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം തന്നെ 18-ാം തീയതിയാണ് ജില്ലാ കലാമേള നടക്കുന്നത്. നമ്മുടെ വണ്ടൂരിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടേക്ക് ഇനി നമ്മുടെ പെരിന്തൽമണ്ണ ഒരു ഉപജില്ലയായിട്ടാണ് പിന്നീട് അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുവാൻ നമ്മുടെ ഈ ഉപജില്ലക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജാമോൾ, സ്ഥിരം സമിതി അധ്യക്ഷൻ CP ഹംസകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ C ബാലസുബ്രഹ്മണ്യൻ, PP രാജേഷ്, MP മജീദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ ബീന ചന്ദ്രൻ, കൺവീനർ ബിന്ദു PS, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CB ചെറിയോത്ത്, PTA പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാടിന്റെ മണ്ണും മനസ്സും ആഘോഷപൂർവ്വം ഏറ്റെടുത്ത മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. 4 ദിവസങ്ങളിലായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മേള സംഘാടനം കൊണ്ടും ഇനങ്ങളിലെ മികവുകൊണ്ടും ശ്രദ്ധേയമായി.
60-ൽ പരം വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം വിദ്യാർത്ഥികളാണ് 300-ൽ പരം ഇനങ്ങളിലായി മാറ്റുരച്ചത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആതിഥേയരായ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഹൈസ്കൂൾ വിഭാഗം 2ാം സ്ഥാനം RMHS മേലാറ്റൂരും 3ാം സ്ഥാനം THSS തച്ചിങ്ങനാടവും കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം 2ാം സ്ഥാനം RMHS മേലാറ്റൂരും 3ാം സ്ഥാനം ASMHS വെള്ളിയഞ്ചേരിയും നേടി. UP ജനറൽ 5 സ്കൂളുകൾ 1ാം സ്ഥാനം പങ്കിട്ടു. PTM AUPS മുള്ളിയാകുറിശി, AUPS വെള്ളിയഞ്ചേരി, PSM AUPS കീഴാറ്റൂർ, KAUPS തച്ചിങ്ങനാടം, RMHS മേലാറ്റൂർ, LP ജനറൽ ഓവറോൾ DMLPS പട്ടിക്കാട് വെസ്റ്റ്, ALPS മേലാറ്റൂർ, GLPS പട്ടിക്കാട്, KAUPS തച്ചിങ്ങനാടം എന്നിവർ പങ്കിട്ടു. സമാപനത്തോടനുബന്ധിച്ച് മേളയുടെ വിജയത്തിനായി പ്രയത്നിച്ചവർക്കുള്ള അനുമോദനം, വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം എന്നിവയും നടന്നു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. വലിയ മാമാങ്കമാണ് വണ്ടൂരിൽ നടക്കുന്നത്. ആ മാമാങ്കത്തിലേക്ക് പോകുന്ന മേലാറ്റൂർ ഉപജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ഈ സമയത്ത് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഷംല ഹംസ മുഖ്യാതിഥിയായി. ജില്ലാ സ്റ്റേറ്റ് മത്സരങ്ങൾ, ഒപ്പന, മാർഗംകളി, തിരുവാതിര, ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് വേദിയിൽ ഇരിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി, PTA പ്രസിഡന്റ് അസീസ് പട്ടിക്കാട്, AEO ബിന്ദു PS വയലിൽ, V ജ്യോതിഷ്, PMA ഗഫൂർ, റാഫി പറമ്പൂർ, V മുഹമ്മദ് സമീർ, AK ലുക്കുമാൻ, NK ബഷീർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നാരായണൻകുട്ടി, V ശശി, നാജിയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടിക്കാട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജില്ലാ സമ്മേളനവും ഓട്ടോ എക്സ്പോയും മണ്ണാർക്കാട്ട് തുടങ്ങി. മണ്ണാർക്കാട് ദയാനന്ദ നഗറിൽ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പ്രമുഖ കമ്പനികളുടെ ഓട്ടോമോട്ടീവ് എക്സ്പോ, കോൺക്ലേവ്, കലാകായിക മത്സരങ്ങൾ, ടെക്നിക്കൽ മത്സരങ്ങൾ, വെഹിക്കിൾ ഫ്രീ സർവീസ് ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ്, കിഡ്നി പരിശോധന, കണ്ണ് പരിശോധന തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായുണ്ട്. ജില്ലയിൽ 28 യൂണിറ്റുകളിൽ നിന്നായി 100 കണക്കിന് അംഗങ്ങൾ പങ്കെടുക്കും. പൊതുസമ്മേളനം ശനിയാഴ്ച വൈകിട്ട് 5-ന് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് P രാജൻ അധ്യക്ഷത വഹിക്കും. N ഷംസുദ്ദീൻ MLA പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് P രാജൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. മണ്ണാർക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ AK ശ്രീജിത്ത് വോളണ്ടിയേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം NP ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. എക്സിബിഷൻ നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വർക്ക്ഷോപ്പിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഉടമകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് സർക്കാർ തലത്തിൽ പരിഹാരം കാണണമെന്ന് ചെയർമാൻ പറഞ്ഞു. വർഷങ്ങളായി വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ അതിൻ്റെ പൊല്യൂഷനും ബാക്കിയുള്ള കാര്യങ്ങളും നിർബന്ധമാക്കി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇവർ വർക്ക്ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് തൊട്ട ഭാഗത്ത് വേറെ ഷോപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കടകളോ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാട് വളർന്നപ്പോൾ അവിടെ വേറെ സ്ഥാപനങ്ങൾ വന്നു. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ NOC ഈ പൊല്യൂഷൻ ആവശ്യമായി വരുമ്പോൾ അതിൽ ഒരു വലിയ ഒരു അവ്യക്തതയുണ്ട്, വലിയൊരു ബുദ്ധിമുട്ടും അവർ അനുഭവിക്കുന്നു. ഒന്നുകിൽ സർക്കാർ അതിൽ അടിയന്തരമായി ഇവരുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ ഉത്തരവിൽ എത്ര വർഷം മുമ്പുള്ളതിന് പുതുക്കി കൊടുക്കാനും പുതിയ നിയമം പുതുതായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ബാധകമാക്കി കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം ആളുകൾ, ഈ ബുദ്ധിമുട്ട് സഹിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു ആശ്വാസമാകും. സംസ്ഥാന സമിതി അംഗം സുനിൽ അധ്യക്ഷത വഹിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു.
ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് മാരായമംഗലത്ത് അരങ്ങ് ഉണരുന്നു. നവംബർ 10, 11, 12, 13 തീയതികളിലായി മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത്. നവംബർ 10 മുതൽ 13 വരെ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ പൂർത്തിയാകുന്നത്. ഉപജില്ലയിലെ 78 വിദ്യാലയങ്ങളിൽ നിന്നായി 3500-ലധികം കലാപ്രതിഭകളാണ് 4 ദിവസങ്ങളിലായി മാരായമംഗലത്തെത്തുക. 8 പ്രധാന വേദികളും 14 ചെറുവേദികളിലും ആയാണ് കലോത്സവം അരങ്ങേറുക. പതിവ് കലോത്സവ നടത്തിപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കലോത്സവ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാന വേദികളും കമ്മാനങ്ങളും ഉൾപ്പെടെയുള്ളവയെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിവിധ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളാണ്. കലോത്സവത്തിന് മുന്നോടിയായി നവംബർ 9 ചിലമ്പൊലി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കലോത്സവവും മാരായമംഗലത്ത് അരങ്ങേറും. നവംബർ 10 രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ മുഖ്യാതിഥിയാവും. മറ്റു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ K അജേഷ്, ജനറൽ കൺവീനർ KC മുരളീധരൻ, PTA പ്രസിഡന്റ് C അബ്ദുറഹ്മാൻ, SMC ചെയർമാൻ രാജൻ പൂതനായിൽ, PTA എക്സിക്യൂട്ടീവ് അംഗം ഇബ്നു മൊയ്തീൻ, PTA വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് K, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശിവദാസൻ E, ഭക്ഷണ കമ്മിറ്റി കൺവീനർ മുരളി P, പബ്ലിസിറ്റി കൺവീനർ വിജേഷ് KP, സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് EK, ഫിനാൻസ് കൺവീനർ ജനാർദ്ദനൻ K തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സബ് ജില്ലാതല കലോത്സവം നടക്കുന്നത്. നവംബർ മാസം 10, 11, 12, 13 തീയതികളിലായിട്ടാണ് കലോത്സവം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. നമ്മുടെ സബ് ജില്ലയിലെ 78 വിദ്യാലയങ്ങളിൽ നിന്നായി ഏതാണ്ട് 3500 വിദ്യാർത്ഥിനികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കും. തൊട്ടടുത്ത ദിവസം തന്നെ ജില്ലാ കലോത്സവം നടക്കുന്നത് കൊണ്ട് വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണമെന്നാണ് സംഘാടക സമിതി ആലോചിച്ചത്. 8 പ്രധാന വേദികളിലായിട്ടാണ് കലോത്സവ പരിപാടികൾ നടക്കുന്നത്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കലോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കലോത്സവം അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം ആലോചിച്ച് മറ്റു കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കലോത്സവങ്ങളെല്ലാം അടുത്ത സബ് ജില്ലാ കലോത്സവങ്ങളെല്ലാം ചെർപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് വന്നതുകൊണ്ടായിരിക്കാം വേണ്ടത്ര പിന്തുണ കിട്ടാത്ത, മാരായമംഗലത്തേക്ക് വേണ്ടത്ര പിന്തുണ കിട്ടാത്തൊരവസരം ഉണ്ടായപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, വിവിധ ബാച്ചുകളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിക്കുകയും സ്റ്റേജുകൾ, ഈ പറഞ്ഞ 8 സ്റ്റേജുകൾ, അതുപോലെ തന്നെ കമാനങ്ങൾ തുടങ്ങിയതൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്ന വിവരം വളരെ സന്തോഷത്തോടെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം തൃപ്തി 2025 ശനിയാഴ്ച മണ്ണാർക്കാട് നടക്കും. മണ്ണാർക്കാട് നൊട്ടമ്മല SK കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ ഹംസഹാജി നഗറിലാണ് സമ്മേളനമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിനിധി സമ്മേളനം, പൊതുയോഗം, ആദരിക്കൽ, കുടുംബസംഗമം, കലാപരിപാടികൾ, ഹോട്ടൽ എക്സ്പോ തുടങ്ങിയ പരിപാടികളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10 VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് VK സന്തോഷ് അധ്യക്ഷത വഹിക്കും. N ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയാകും. തുടർന്ന് തിരഞ്ഞെടുപ്പ് നടത്തും. 3 മണിക്ക് കുടുംബസംഗമം പത്മശ്രീ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും. KTDC ചെയർമാൻ PK ശശി മുഖ്യാതിഥിയാകും. വൈകിട്ട് 5 മണിക്ക് മെഗാ ഷോ അരങ്ങേറും. ഔദ്യോഗിക പരിപാടികൾ, അതായത് ഡെലിഗേറ്റ്സിന്റെ പരിപാടികൾ രാവിലെ 9 മണി മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടാവും. അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീകണ്ഠൻ അവറുകളാണ്. ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ മണ്ണാർക്കാടിൻ്റെ MLA അഡ്വക്കേറ്റ് ശ്രീ N ഷംസുദ്ദീൻ അവറുകളാണ്. അതുപോലെ തന്നെ KHRAയുടെ സംസ്ഥാന പ്രസിഡന്റ് ബാലകൃഷ്ണ പൊതുവാള്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയപാൽ സാറ്, അതുപോലെ സംസ്ഥാന ട്രഷറർ ഷെരീഫ് ഖാ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാല്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിഹരൻ, സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാൻ തുടങ്ങി സംസ്ഥാന നേതാക്കളും ഇതര ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന പരിപാടിയാണ്.
ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ്, ജില്ലാ സെക്രട്ടറി എൻ ഫസലുർ റഹ്മാൻ, എ നാസർ, ജയൻ ജ്യോതി, ഷാജഹാൻ, റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്നേഹതീരം ഫൗണ്ടേഷന് കീഴിൽ അലനല്ലൂർ കൊമ്പൽക്കൽ കുന്നിൽ സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. സെന്റർ വൈകാതെ പ്രവർത്തിച്ചു തുടങ്ങും. ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്തുണയും സഹകരണവും നൽകിയവരുടെ സ്നേഹസംഗമം നവംബർ 8 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹതീരം ഫൗണ്ടേഷന് കീഴിൽ അലനല്ലൂർ കൊമ്പക്കൽ കുന്നിൽ പ്രവർത്തിക്കുന്ന സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിൽ പ്രഥമഘട്ടത്തിൽ പാവപ്പെട്ട 50 രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയതായി സെന്റർ ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെന്ററിന്റെ പ്രവർത്തനവും ഉദ്ദേശലക്ഷ്യങ്ങളും സമൂഹത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി നവംബർ 8 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്നേഹസംഗമം സംഘടിപ്പിക്കും. മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ബിസിനസ് സംരംഭകർ, ജീവകാരുണ്യ പ്രവർത്തകർ, മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എംഎൽഎമാരായ നജീബ് കാന്തപുരം, എൻ ശംസുദ്ദീൻ, കെ പ്രേംകുമാർ, KTDC ചെയർമാൻ PK ശശി, മുൻ മന്ത്രി KE ഇസ്മായിൽ, സന്ദീപ് G വാര്യർ, ഫിറോസ് കുന്നുംപറമ്പിൽ, കിംസ് അൽഷിഫ, വൈസ് ചെയർമാൻ P ഉണ്ണീൻ തുടങ്ങിയ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സ്നേഹതീരം ചെയർമാൻ M ഉസ്മാൻ സഖാഫി, കോർഡിനേറ്റർ യൂനുസ് പള്ളിക്കുന്നു, ഹൈദരലി വേങ്ങ, അബൂബക്കർ പാലോട്, കുഞ്ഞുമൊയ്തീൻ പള്ളിക്കുന്നു എന്നിവർ പങ്കെടുത്തു. വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ബിൽഡിങ്ങിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ ആവശ്യമായ സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞു. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്ത് ഇതുവരെ എത്തിയ വർക്കുകൾ, ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്രൊജക്റ്റ്, അത് വിശദീകരിക്കാനാണ്. അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു വരുത്തി അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിക്കുന്നതിനൊക്കെ വേണ്ടി ഇപ്പോൾ നാളെ സംഘം വെച്ചിട്ടുണ്ട്. സ്നേഹസംഗമം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു മത അങ്ങനെയുള്ള സംഘടനകളുടെ കീഴിലല്ല, മറിച്ച് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രസ്റ്റാണ് നേതൃത്വം കൊടുക്കുന്നത്. പട്ടാമ്പി പള്ളിപ്പുറം കൊടിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടഹാര ഉത്സവം ഈ മാസം 14 ആഘോഷിക്കും. ദേവസ്വം ഏർപ്പെടുത്തിയ കൊടിക്കുന്ന ദേവി പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക N ലതികയ്ക്ക് അന്നേ ദിവസം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിപ്പുറം കൊടിക്കുന്ന് ദേവസ്വം ഏർപ്പെടുത്തിയ കൊടിക്കുന്ന് ദേവി പുരസ്കാരത്തിന് ഇത്തവണ ചലച്ചിത്ര പിന്നണി ഗായിക N ലതികയാണ് അർഹയായിരിക്കുന്നത്. 20,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ PC ഋഷികേശ് രാജ്, ക്ഷേത്ര നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് P നന്ദകുമാർ, EP ശിവശങ്കരൻ, VK ശ്രീകുമാർ എന്നിവർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 ക്ഷേത്രത്തിൽ നടക്കുന്ന പൂരം പടഹാര ഉത്സവ ചടങ്ങിൽ കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മ രാജ പുരസ്കാരം സമ്മാനിക്കും. കലാ, സാംസ്കാരിക, സാഹിത്യ, സംഗീത, സേവന മേഖലകളിലെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾക്കാണ് ദേവി പുരസ്കാരം നൽകി ആദരിച്ചു വരുന്നത്. വള്ളുവനാട്ടിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ദേവീക്ഷേത്രങ്ങളിലൊന്നും കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ ട്രസ്റ്റിഷിപ്പിൽ വരുന്ന ക്ഷേത്രവുമായ കൊടിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരം പടഹാര മഹോത്സവം നവംബർ 13, 14 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 13-ാം തീയതി ക്ഷേത്രം തന്ത്രിമാരുടെ 3 തന്ത്രിമാരുണ്ട്. 3 തന്ത്രിമാര് അവരുടെ കാർമ്മികത്വത്തില് നവകം, പഞ്ചഗവ്യം ക്ഷേത്ര ചടങ്ങുകളെല്ലാം അവരുടെ കാർമ്മികത്തിൽ നടക്കുന്നതാണ്. ബ്രഹ്മശ്രീ ഈക്കാട്ടുമന നാരായണ നമ്പൂരിപ്പാട്, ബ്രഹ്മശ്രീ ശ്രീധരൻ ചുമരത്തുമന ശ്രീധരൻ നമ്പൂരിപ്പാട്, ബ്രഹ്മശ്രീ അഴകത്തുമന പ്രകാശ നമ്പൂരിപ്പാട് എന്നിവരാണ് 3 തന്ത്രികൾ. ഇവരുടെ കാർമ്മികത്തിലാണ് തലേ ദിവസം, അതായത് 13-ാം തീയതി കാലത്ത് താന്ത്രിക ചടങ്ങുകളെല്ലാം നടക്കും. അന്ന് പിറ്റേ ദിവസം രാവിലെ പൂരം പടഹാര സദസ്സുണ്ടാവും. അന്ന് നമ്മൾ ദേവസ്വം നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്, ശ്രീ കൊടിക്കുന്ന് ദേവി പുരസ്കാരം. എല്ലാ വർഷവും നൽകി വരുന്നുണ്ട് നമ്മളത്. അത് ഇപ്രാവശ്യം നമ്മൾ നൽകുന്നത് ശ്രീമതി മികച്ച പിന്നണി, അതായത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയായ ശ്രീമതി ലതിക ടീച്ചർക്കാണ് നമ്മൾ ഈ വർഷം നൽകുന്നത്. 2 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തുന്നത്. 13-ന് രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. ക്ഷേത്രം തന്ത്രിമാരായ അഴകത്തുമന പ്രകാശൻ നമ്പൂതിരിപ്പാട്, ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട്, ശ്രീധരൻ ചുമരത്തുമന ശ്രീധരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വൈകുന്നേരം തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. 14-ന് രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 10-ന് പൂരം പടഹാര സദസ്സ് നടക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്ന ദേവി പുരസ്കാരം പിന്നണി ഗായിക N ലതികയ്ക്ക് ചടങ്ങിൽ സമ്മാനിക്കും.
ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. പ്രദേശത്തെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ഓട്ടംതുള്ളൽ, വൈകുന്നേരം ചെണ്ടമേളം, കൊടിക്കുന്ന ഭഗവതി സേവാ സംഘത്തിൻ്റെ കലോപഹാരമായി ഭക്തി സംഗീതം നിശ എന്നിവയും ഉണ്ടായിരിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ മഞ്ജുനാഥ് വിജയ്, ഡോക്ടർ ബാബുരാജ് പരിയാനമറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകും. കൂടാതെ ദീപാരാധനയ്ക്ക് ശേഷം മേഴത്തൂർ അഗ്നിഹോത്രിയുടെ പിൻതലമുറയിലെ കാരണവരെ സ്വീകരിക്കുകയും 11 ഇല്ലങ്ങളിലെ ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് വെച്ച് നമസ്കാരവും നടത്തുമെന്നും ഇവർ അറിയിച്ചു. പൂരമ്പടകത്തോടനുബന്ധിച്ച് നമ്മൾ അന്നേ ദിവസം, അതായത് നവംബർ 14-ാം തീയതി നമ്മൾ ഈ അഗ്നിഹോത്രിക്ക് ഒരു വെച്ച് നമസ്കാരം, അതായത് അത് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു പൂജയാണ്. അത് നമ്മൾ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അത് ക്ഷേത്രതന്ത്രിമാർ ചെയ്യും. വെച്ച് നമസ്കാരം 11 ഇല്ലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും. അത് ക്ഷേത്രം നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ആ വെച്ച് നമസ്കാരത്തിൽ പങ്കെടുക്കാവുന്ന ഒരവസരമുണ്ട്. പിന്നെ തലേ ദിവസം നമുക്ക് നവംബർ 13-ാം തീയതി നമുക്ക് ഈ ഉച്ചവരെയുള്ള പൂജകൾക്ക് ശേഷം നമ്മൾ വൈകിട്ട് 5:30 മുതൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള വിവിധ ഈ തിരുവാതിരക്കളി സംഘങ്ങളുടെ ഒരു 4ഓളം തിരുവാതിരക്കളിയും, അതുപോലെ മുദ്ര സ്കൂൾ ഓഫ് ഡാൻസിൻ്റെയും പിന്നെ ഭദ്ര നൃത്തകലാക്ഷേത്രത്തിൻ്റെയും ട്രൂപ്പുകളുടെ വക നൃത്തങ്ങളും ആണ് തലേ ദിവസം ഉള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ പുതിയൊരു ബ്യൂട്ടി സ്പോട്ട് കൂടി. നഗരസഭയിലെ 9-ാം വാർഡിൽ ദുബായ് പടിയിലാണ് ഈ ഹരിത തീരം ബ്യൂട്ടി സ്പോട്ട് ഒരുക്കിയിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ബ്യൂട്ടി സ്പോട്ട് ഉദ്ഘാടനം ചെയ്തു. ഇളം കാറ്റേറ്റും നെൽപ്പാടങ്ങളും മലനിരകളും കണ്ട് ആസ്വദിക്കാനും പെരിന്തൽമണ്ണ നഗരസഭയുടെ ഹരിതതീരം ബ്യൂട്ടി സ്പോട്ട് ഒരുങ്ങി. 9-ാം വാർഡിലെ ദുബായ് പടിയിലാണ് ഹരിതതീരം ബ്യൂട്ടി സ്പോട്ട് ഒരുക്കിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബാണ് ഇവിടേക്കുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകിയത്. സോളാർ തെരുവുവിളക്കുകളും സ്ഥാപിച്ച ഈ ഹരിതതീരം ഏറ്റവും മനോഹരമാണ്. ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 9-ാം വാർഡ് കൗൺസിലർ സക്കീന സെയ്ദും നഗരസഭ ആരോഗ്യ വിഭാഗവും പ്രത്യേക താൽപ്പര്യമെടുത്താണ് ഹരിതതീരം പദ്ധതി കൊണ്ടുവന്നത്. ഹരിതതീരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ ജനകീയ ബ്യൂട്ടി സ്പോട്ടുകളുടെ കൂട്ടത്തിലേക്ക് ദുബായ് പടിയിലെ ഹരിതതീരം കൂടി ചേരുകയാണെന്നും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വിശ്രമ വിനോദ സമയങ്ങൾ ചിലവഴിക്കാനും ഒരിടമായി ഹരിതതീരം മാറുമെന്നും ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. നഗരസഭ 13 ലക്ഷം രൂപയും റോട്ടറി ക്ലബ്ബ് അവരുടെ ഇത്തരം ആക്ടിവിറ്റിയുടെ ഭാഗമായി 50,000 രൂപ കൂടി അനുവദിച്ചപ്പോഴാണ് നമുക്ക് ഇത്തരം സുന്ദരമായ തീരം, ഹരിതതീരം ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതൊന്ന് ഉദ്ഘാടനം ചെയ്യും. ഇവിടെ നഗരസഭയുടെ വ്യത്യസ്തമായ ഒരു ആശയവും ഒരു പദ്ധതിയുമായിരുന്നു ബ്യൂട്ടി സ്പോട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 12ാമത്തേത്. മറ്റ് 11 ബ്യൂട്ടി സ്പോട്ടുകൾ മുമ്പ് അത്രയൊന്നും മനോഹരമല്ലാത്ത ഒരിടായിരുന്നു. ഇപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വിശ്രമിക്കാൻ, ചില ആളുകൾ ടൂർ പോകാനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമായിട്ട് ബ്യൂട്ടി സ്പോട്ടുകൾ മാറിയിട്ടുണ്ട്. എൻ്റെ വാർഡിലൊരു ബ്യൂട്ടി സ്പോട്ട്, അവിടെയൊക്കെ വരുന്ന ആളുകൾ എടുത്തുള്ള ആളുകളാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത്ര ദൂരത്തുനിന്ന് വരെ ആളുകൾ വന്നു പോകുന്നു. വൈസ് ചെയർപേഴ്സൺ എ നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ അംബ്ലി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, കെ ഉണ്ണികൃഷ്ണൻ, മൻസൂർ നെച്ചിയിൽ, കൗൺസിലർമാരായ സക്കീന സെയ്ദ്, പി സീനത്ത്, എൻ അജിത, സാറ, സരോജ, അഡ്വക്കേറ്റ് എ പ്രവീൺ, നഗരസഭാ സെക്രട്ടറി ജെ ആർ ലാൽകുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ രാജേഷ് കെ ആർ, ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി വി പ്രസാദ്, പ്രസിഡന്റ് ഡോക്ടർ കാസിം കൊളക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ടോയ്ലറ്റും വനിതകൾക്കായുള്ള വിശ്രമമുറിയും കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റും വിശ്രമമുറിയും ഒരുക്കിയത്. സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനും നാപ്കിൻ ഇൻസിനറേറ്ററും ഉൾപ്പെടെ മുറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ വനിതകൾക്ക് വിശ്രമിക്കുന്നതിനായി കട്ടിലും ബെഡും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി വീൽചെയർ സംവിധാനവും വിശ്രമമുറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺ VK രാധിക, പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ സി ഹരിദാസൻ, പഞ്ചായത്ത് അംഗം KK ലിനി, പ്രിൻസിപ്പൽ ഇൻചാർജ് KR രമേഷ് ബാബു, അജ്മൽ എന്നിവർ സംസാരിച്ചു. ടോയ്ലറ്റ് നമുക്കറിയാം,
യാത്ര പോകുമ്പോഴൊക്കെ വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ചും സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പോലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയാസം ദീർഘമായ ഒരു 7-8 മണിക്കൂറൊക്കെയുള്ള യാത്രയാണെങ്കിൽ പങ്കുവയ്ക്കട്ടെ. സ്വാഗത പ്രാസംഗികയും അധ്യക്ഷയുമെല്ലാം വളരെ വിശദമായി തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജാണ് മണ്ണമ്പറ്റയിലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സൂഫി ഇസ്ലാമിക് ബോർഡ് കേരളയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഞായറാഴ്ച മണ്ണാർക്കാട് അമ്പംകുന്നിൽ പ്രവർത്തനം തുടങ്ങും. വൈകിട്ട് 4-ന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബ്ദുല്ലക്കോയ ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുസമ്മേളനം കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് ചിസ്തി പടപ്പറമ്പ് അധ്യക്ഷത വഹിക്കും. ലഹരി വിരുദ്ധ പ്രഭാഷണം മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ AK ശ്രീജിത്ത് നിർവഹിക്കും. സൂഫി പരമ്പരകൾ പിന്തുടരുന്ന ട്രസ്റ്റുകളുടെയും വ്യക്തികളുടെയും രജിസ്ട്രേഡ് സംഘടനയാണ് സൂഫി ഇസ്ലാമിക് ബോർഡ്. യഥാർത്ഥ സൂഫി അധ്യാപനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കുകയാണ് സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ ലക്ഷ്യം. ഭാരതത്തിലെ വിവിധ ആചാരങ്ങൾ പിന്തുടരുന്ന മതങ്ങൾക്കിടയിൽ സമാധാനം കൈവരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ച 9-ാം തീയതി നവംബർ 9 ഞായറാഴ്ച രാവിലെ വൈകിട്ട് 4 മണിക്ക് നടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീമതി ശാന്തകുമാരിയും കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സതീദേവിയും അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. എന്തുകൊണ്ട് മണ്ണാർക്കാടിലെ അമ്പംകുന്നിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. അമ്പംകുന്ന് ബീരാനൗലിയായുടെ അപരനാമം തന്നെ അജ്മീർ ഫക്കീർ എന്നാണ്. ഇന്ത്യയിൽ സൂഫിസത്തിന്റെ വേരുകൾക്ക് തുടക്കം കുറിച്ചത് അജ്മീറാണ്. സൂഫിസം എന്നത് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള കോയ ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ അത് സ്നേഹമാണ്. സ്നേഹം ഭാരതീയമാണ്. ലോകത്തെ എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് മതാതീതമായ കാഴ്ചപ്പാടിലാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബ്ദുല്ലക്കോയ ജിഫ്രി തങ്ങൾ, വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിസ്തി പടപ്പറമ്പ്, ജനറൽ സെക്രട്ടറി PMA സലാം മുസ്ലിയാർ, ഇല്യാസ് അസ്ഹാനി പാലക്കാട്, ഇസാഖ് പച്ചേരി, AT മുജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബ്ദുല്ലക്കോയ ജിഫ്രി തങ്ങൾ, വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിസ്തി പടപ്പറമ്പ്, ജനറൽ സെക്രട്ടറി PMA സലാം മുസ്ലിയാർ, ഇല്യാസ് അസ്ഹാനി പാലക്കാട്, ഇസാഖ് പച്ചേരി, MT മുജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി അമ്പലപ്പറ ഗ്രാമപഞ്ചായത്തിലെ അകവണ്ട മണ്ണൂർ റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. 4 സ്ഥലങ്ങളിലെ ക്യാമറ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത്. ആലിൻചുവടിന് പുറമെ മഹാളിക്കാവ് പരിസരം, ഉണ്ണിവൈദ്യർപടി, കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം എന്നിവിടങ്ങളിൽ ഇതിനോടകം ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറ സ്ഥാപിച്ചതിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രസിഡന്റ് P വിജയലക്ഷ്മി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് മോഹൻ, വാർഡ് മെമ്പർ P ലത, ആസൂത്രണ സമിതി അംഗം CR മണികണ്ഠൻ, മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ, ഹരിതകർമ്മസേന പ്രസിഡന്റ് പുഷ്പലത തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രദേശവാസികളും ഹരിതകർമ്മസേനാംഗങ്ങളും പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു. നവകേരള വായനശാല ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിച്ചു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിരീക്ഷണം വ്യാപിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. CWSA കടമ്പുഴിപ്പുറം യൂണിറ്റ് പ്രവർത്തക കൺവെൻഷൻ ചേർന്നു. ജില്ലാ സെക്രട്ടറി ബിജു ചാർലി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷനായി. സെക്രട്ടറി K ബലരാമൻ, ജില്ലാ ഖജാൻജി രാജാമണി, ദിലീപ്, K പ്രസാദ്, സുനിൽ, വിജയൻ, വേണു തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബക്ഷേമനിധി ട്രസ്റ്റി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുത്ത കുട്ടനെ പ്രസിഡന്റ് ആദരിച്ചു. സൈറ്റ് ഇൻഷുറൻസ്, നിർമ്മാണ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും ഉന്നയിച്ചു. വലിയ വസ്തുത. കാരണം അവിടെ എഞ്ചിനീയേഴ്സ് തന്നെ വർക്ക് എടുത്ത് നമ്മുടെ പോലുള്ള ആളുകൾക്ക് സബ് കൊടുക്കാതെ നമ്മുടെ ഇടയിലുള്ള ആളുകളെ കൂലിപ്പണിക്കാരായി അവരെ കൂലിക്ക് വിളിച്ച് സെൻട്രൽ സാധനങ്ങൾ വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പം കെ സ്മാർട്ട് വന്നതോടുകൂടി എന്തായി, കെ സ്മാർട്ടിൽ 3000
500 സ്ക്വയർ ഫീറ്റുള്ള വരെയുള്ള വീടുകൾക്ക് അവർക്ക് തന്നെ പെർമിറ്റ് അനുവദിക്കാൻ കഴിയും. ഷോർട്ട് ന്യൂസ്. സ്നേഹക്കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിന്റെ 5ാം വാർഷിക ആഘോഷം പെരിന്തൽമണ്ണയിൽ ഖദീജ ഹമീദ് നഗറിൽ നടന്നു. ഫിറോസ് കുന്നുംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് അഡ്മിൻ നാസർ കുറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു. ഗ്രൂപ്പ് ക്രിയേറ്റർ റസീന മുസ്തഫ, ജീവകാരുണ്യ പ്രവർത്തകരായ സിറാജ് വേങ്ങര, സീന ഐക്കരപ്പടി, അഷ്റഫ് ദോസ്ത്, മുസ്തഫ തേലക്കാട്, സാബിറ കോഹിനൂർ, റസാഖ് ചെട്ടിപ്പടി, സലാം എടക്കര, റിയാസ് നിലമ്പൂർ, സുബൈർ മോൻ, ഗ്രൂപ്പ് അഡ്മിൻ ജമീല പാറൽ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ടാസ്കിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മോഷണ പരമ്പര. ആശുപത്രിയിലെ സാധനങ്ങൾ മോഷണം പോയതിന് പിന്നാലെ വയോധികയുടെ കഴുത്തിലെ സ്വർണമാലയും കവർന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുമരംപുത്തൂർ നെച്ചുള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത് പൂർത്തിയാക്കാതെയെന്ന് ആരോപണം. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പദ്ധതികളാണ് പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തിയത്. വിജിലൻസിന് പരാതി നൽകാനും നീക്കം. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം. ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കൾ. മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം ഇത്തവണ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. നവംബർ 10 മുതൽ നടക്കുന്ന കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കലോത്സവം മാരായമംഗലത്തെത്തുന്നത് 8 വർഷങ്ങൾക്കു ശേഷം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജില്ലാ സമ്മേളനവും ഓട്ടോ എക്സ്പോയും മണ്ണാർക്കാട് തുടങ്ങി ലൈസൻസ് ഉൾപ്പെടെ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് സമ്മേളനം.